സ്കിന്നിൻ്റെ തന്നെ പല അസുഖങ്ങളും പല സമയത്തും ഉണ്ടാവാറുണ്ട്. മനസ്സിന് എന്തെങ്കിലും ടെൻഷനും ഇതൊക്കെ ഉള്ള സമയത്ത് സോറിയാസിസ് അല്ലെങ്കിൽ ചൊറിച്ചിൽ ഇതൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ട് മരുന്നുകളിൽ ഭേദഗതി വരും. എല്ലാ മരുന്നുകളും എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ഡോക്ടർ കെ.വി. ശങ്കരൻ. ഇപ്പോൾ ഇലാജ് ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റലിൽ ഈ ത്വക്ക് രോഗ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാറുണ്ട്. അതോടുകൂടിയിട്ട് ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സോറിയാസിസ് ഏറ്റവും എല്ലാവർക്കും ഭീതിയുള്ള ഒരു അസുഖമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. സോറിയാസിസ് പല വിധത്തിലുണ്ട്. അത് തലയിൽ മാത്രമായിട്ടുണ്ടാവുന്നത്, ചെവിയിലുണ്ടാവുന്നത്, കയ്യിൽ, കാലിൽ, മൊത്തം ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് സോറിയാസിസ് മാത്രം ഒരസുഖമായിട്ട് പറയാൻ പറ്റില്ല. അതോടുകൂടിയിട്ട് മറ്റുള്ള അസുഖങ്ങളും ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാണെന്ന് വെച്ചാൽ സോറിയാസിസിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചൊറിച്ചിൽ, പൊടി ചൊറിയുന്ന സമയത്ത് തൊലി അടർന്നു പോവുക, തണർപ്പ്, ചുവപ്പ് നിറം, ഇതൊക്കെ സോറിയാസിസിൻ്റെ ലക്ഷണങ്ങളാണ്. ചില പ്രത്യേക മരുന്നുകൾ കഴിച്ചാലും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത് തോലിന് കട്ടി കൂടി വരിക, അതേപോലെ തന്നെ ചൊറിഞ്ഞിട്ട് പൊടിഞ്ഞു പോവുക, ഇതൊക്കെ സോറിയാസിസിൻ്റെ അതോട് കൂടിയിട്ട് തന്നെയാണ് സോറിയാസിസ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് ആർത്രൈറ്റീസും തന്നെ. സോറിയാറ്റിക് ആർത്രയോപ്പതി അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. സ്കിന്നിൻ്റെ തന്നെ പല അസുഖങ്ങളും പല സമയത്തും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ചികിത്സയും തന്നെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ചെയ്യേണ്ടത്. കുട്ടികൾക്കുള്ള പ്രത്യേക മരുന്നുകളുണ്ട്. അത്ര ശക്തിയായിട്ടില്ലാത്ത മരുന്നുകളാണ് അവർക്കത് കൊടുക്കാറുള്ളത്. അവർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ എളുപ്പത്തിലുള്ള മരുന്നുകളാണ് കൊടുക്കുക. സ്കിന്നിൻ്റെയാണ് അതിന് കുട്ടികൾക്ക് വേണ്ടാന്നില്ല. എല്ലാവർക്കും വേണ്ടത്ര ചികിത്സകൾ ചെയ്യണം. ഇതിൻ്റെ അനുസരിച്ചിട്ട് ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ട് മരുന്നുകളിൽ ഭേദഗതി വരും. അതിൽ നമ്മുടെ ഇതിൽ കഷായങ്ങളുണ്ട്, ഗുളികകളുണ്ട്, നെയ്യ്, ചില പ്രത്യേക അപ്ലിക്കേഷൻസ്, ഓയിൻമെൻറ്റ്, ഇതൊക്കെ തേച്ച് ഉരച്ച് കളയാനുള്ള ചില പ്രത്യേക മരുന്നുകളൊക്കെ തേച്ച് ഉരച്ച് കളഞ്ഞാലാണ് ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ ഇപ്പോൾ സോറിയാസിസിനൊക്കെ ചില പ്രത്യേക അപ്ലിക്കേഷൻസൊക്കെ കഴിഞ്ഞിട്ട് അത് ഉരച്ച് കളയാൻ പ്രത്യേക മരുന്നുകളൊക്കെ കൊടുക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് ആ തോലിൻ്റെ കട്ടി കൂടാതിരിക്കുകയുള്ളൂ. പിന്നെ മറ്റുള്ള അസുഖങ്ങളുടെ കൂടെയാണ് ഈ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടാവണമെന്ന് വെച്ചാൽ അത് കാലപ്പഴക്കം കൂടും തോറും, അപ്പോൾ പ്രമേഹമുള്ള ആൾക്ക്, ഷുഗർ ഉള്ള ആൾക്ക്, ഈ ഡയബറ്റീസ് ഉള്ള ആൾക്ക്, അതായത് സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ താമസമെടുക്കും. അതേപോലെ തന്നെ സന്ധിവാതം, ആർത്രൈറ്റിസോട് കൂടിയിട്ടുള്ള സോറിയാസിസ്, അതേപോലെ മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്തും അത് താമസിക്കും. നമ്മൾ വിചാരിച്ച സമയത്ത് അതിൻ്റെ മാറ്റം കിട്ടിക്കൊള്ളുന്നില്ല. അതേപോലെ സ്കിന്നിന് മാത്രം അനുബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കൂടി ചെയ്യാതെ സ്കിന്നിന് മാത്രം, അതായത് ത്വക്ക് രോഗത്തിന് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അത് എല്ലാ അസുഖങ്ങളും ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ പാകത്തിലുള്ള മരുന്നുകളാണ്. അപ്പോൾ ഒരു സ്കിന്നിൻ്റെ ഒരസുഖമാണെന്നുണ്ടെങ്കിലും അതിന് മറ്റെന്തൊക്കെയാണ് അസുഖങ്ങൾ എന്നുള്ളത് മുഴുവൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. അതും കാലത്തിനനുസരിച്ച്, ചില പ്രത്യേക കാലത്തിന്, തണുപ്പ് കാലത്തൊക്കെ അനുസരിച്ച് മരുന്നുകൾ വേറെയാണ്, മഞ്ഞുകാലത്തിൽ വേറെ മരുന്നുകളാണ്. ഒരേ മരുന്നുകൾ കുറേ കാലം ഉപയോഗിക്കുന്നത് അനുയോജ്യമല്ല, ശരീരത്തിന് അത് സ്വീകാര്യമല്ല. അതേപോലെ തന്നെ ഒരേ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് വെച്ചാൽ അതാത് സമയത്ത് വേറെ എന്തെങ്കിലും അതോട് കൂടിയിട്ട് അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം, അതാത് സമയത്ത് തന്നെ കറക്റ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതാത് സമയത്ത്, ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട് ശരീരത്തിൽ നിന്ന് മലശോധന എങ്ങനെയുണ്ട്, മൂത്രം എങ്ങനെയുണ്ട്, അതേപോലെ വിയർപ്പ് കൂടുതലായിട്ടുണ്ടാവാറുണ്ടോ, സ്വെറ്റിങ് കൂടുതലുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അതിനനുസരിച്ച മരുന്നുകൾ. സാധാരണ നിലയിൽ പഞ്ചകർമ്മ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വമനം, വിരേചനം, അതേപോലെ തന്നെ ഈ വയറിളക്കൽ, വസ്തി, ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് കേട് പുറത്തേക്ക് കളയുക, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. ആവശ്യമില്ലാതെ ശരീരത്തിൽ ഒരുക്കൂടി നിൽക്കുന്ന ചീത്ത സാധനങ്ങൾ പുറത്തേക്ക് കളയലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആയുർവേദ ചികിത്സ. അതിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പഞ്ചകർമ്മ ചികിത്സയൊക്കെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയതില്ല. അതിന് പറ്റിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ കിടന്ന് പ്രത്യേകിച്ചുള്ള സ്നേഹപാനം,
സ്നേഹപാനം വെച്ചാൽ നെയ്യിൻ്റെ അളവ് കൂട്ടി കൂട്ടി കഴിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഇന്നത്തെ അളവിലല്ല നെയ്യ് നാളെ കഴിക്കുക, അതിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരും. പിന്നെ അത് ദഹിച്ചതിന് ശേഷമാണ് മറ്റൊരു ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേക ചികിത്സകൾ അതോടുകൂടി തന്നെ ചെയ്യാനുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ജീവിതചര്യ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്, പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ മറ്റെല്ലാ അസുഖങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, ജീവിതചര്യ സാധാരണ പോലെ ആക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ അസുഖങ്ങൾക്കും വേണ്ടത്. പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ. പിന്നെ അമാന്തിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തണുപ്പായാലും ചൊറിച്ചിലായാലും അല്ലെങ്കിൽ എന്തായാലും അത് നാളെ ആവാം മറ്റന്നാളാവാം അങ്ങനെ ആവാതെ വളരെ പെട്ടെന്ന് അതിൻ്റെ ഇതാണെന്നുണ്ട് വെച്ചാൽ കുറച്ച് മരുന്നുകളെ കൊണ്ട് മാറ്റാൻ പറ്റും. കാലപ്പഴക്കത്തിനനുസരിച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചികിത്സയുടെ ദിവസം നീളും. അതേസമയത്ത് മരുന്നുകളുടെ ഉപയോഗം, എല്ലാ മരുന്നുകളും എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റില്ല. ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് കാലാവസ്ഥയ്ക്കനുസരിച്ച് മാത്രമേ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. സ്കിന്നിൻ്റെ പല തരം അസുഖങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട്. മറ്റേ ചൊറിച്ചിലായിട്ടും തണുപ്പായിട്ടും അതേപോലെ സോറിയാസിസ് എന്ന് പറഞ്ഞ കുറേ കേസുകളാണ് ഇപ്പോൾ വരുന്നത്. സോറിയാസിസ് വീട്ടിൽ തന്നെ പലർക്കും ഉണ്ടാവാറുണ്ട്. പാരമ്പര്യമായിട്ട് ഉണ്ടാവേണ്ടതെന്ന് പറയുന്നില്ല, പക്ഷേ വീട്ടിൽ തന്നെ പലർക്കും ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും മദറിനും ഒക്കെ അങ്ങനെ കാണാറുണ്ട്. അതിനൊക്കെയും തന്നെ പഴക്കം ചത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയ്ക്ക് താമസം വരും. നേരത്തെ ചെയ്യുന്ന ചെറിയ തോതിൽ ഇപ്പോൾ കുട്ടികൾക്കടക്കം സോറിയാസിസ് പോലത്തെ അസുഖങ്ങൾ മാറാൻ താമസമുള്ള ചില ചൊറിച്ചിലുകൾ അങ്ങനത്തെ ഒക്കെ കാണുന്നുണ്ട്. അതിനൊക്കെയും തന്നെ പൂർണ്ണമായിട്ടും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതല്ല, ക്രമേണ അത് മാറ്റിയെടുക്കാൻ പാകത്തിലുള്ള മരുന്നുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരാ. അതോടുകൂടിയിട്ട് പ്രത്യേകിച്ചുള്ള അപ്ലിക്കേഷൻസ്, ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനം ഭക്ഷണമാണ്. അത് വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നിന് മാത്രം ചെയ്താൽ പോരാ. സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ മാത്രം മതിയാവില്ല. ഇതിന് രണ്ടിനും കൂടിയിട്ട് മറ്റ് അനുബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മുഴുവനെ ട്രീറ്റ്മെൻറ്റ് വേണം. സോറിയാസിസിന് തന്നെ അകത്തേക്ക് മരുന്നുകൾ കൊടുക്കും, നെയ്യ് കൊടുക്കും. അതേപോലെ തന്നെ ശരീരത്തിൽ പ്രത്യേക അപ്ലിക്കേഷൻസ്, തോല് കട്ടി കുറയാൻ പാകത്തിലുള്ള മരുന്നുകൾ, ശരീരത്തിന് പ്രതിരോധ ശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഈ സോറിയാറ്റിക് പാച്ചസ്, അതേപോലെ തന്നെ മനസ്സിന് എന്തെങ്കിലും ടെൻഷനും ഇതൊക്കെ ഉള്ള സമയത്ത് സോറിയാസിസ് അല്ലെങ്കിൽ ചൊറിച്ചിൽ ഇതൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടിയും സോറിയാസിസിന് ആവശ്യമാണ്. മറ്റൊരു വിഷയമായിട്ട് അടുത്ത ഇതിൽ കാണാം.